أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جاء آل فرعون النذر كذبوا بآياتنا كلها فأخذناهم أخذ عزيز مقتدر أكفاركم خير من أولئكم أم لكم براءة في الزبر أم يقولون نحن جميع منتصر سيهزم الجمع ويولون الدبر بل الساعة موعدهم والساعة أدهى وأمر إن المجرمين في ضلال وسعر يوم يسحبون في النار على وجوههم ذوقوا مس سقر إنا كل شيء خلقناه بقدر وما أمرنا إلا واحدة كلمح بالبصر ولقد أهلكنا أشياعكم فهل من مدكر وكل شيء فعلوه في الزبر وكل صغير وكبير مستطر إن المتقين في جنات ونهر في مقعد صدق عند مليك مقتدر صدق الله العلي العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂ. ولقد جاء آل فرعون النذر كذبوا بآياتنا كلها فأخذناهم أخذ عزيز مقتدر أكفاركم خير من أولئكم أم لكم براءة في الزبر أم يقولون نحن جميع منتصر سيهزم الجمع ويولون الدبر بل الساعة موعدهم والساعة أدهى وأمر إن المجرمين في ضلال وسعر يوم يسحبون في النار على وجوههم ذوقوا مس سقر إنا كل شيء خلقناه بقدر وما أمرنا إلا واحدة كلمح بالبصر ولقد أهلكنا أشياعكم فهل من مدكر وكل شيء فعلوه في الزبر وكل صغير وكبير مستطر إن المتقين في جنات ونهر في مقعد صدق عند مليك مقتدر صدق الله. ഓക്കെ, നമുക്ക് നേരിട്ട് ഇതിന്റെ ആയത്തിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കാം. അപ്പൊ ഈ സൂറത്ത് നമ്മൾ പറഞ്ഞ പോലെ വളരെ മനോഹരമായ എൻഡിംഗ് ഉള്ള ഒരു വളരെ കാവ്യാത്മകമായി താളാത്മകമായി നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയ സൂറത്താണ്. വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. പഠിക്കാൻ ചിലർക്ക് ഇത് പഠിച്ച് മനസ്സിലാക്കാൻ മനഃപ്പാടമാക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും നമുക്ക് പാരായണം ചെയ്യാൻ വളരെ മധുരതരമായിട്ട് പാരായണം ചെയ്യാൻ പറ്റിയ ആയത്തുകളാണ്. അതുപോലെ തന്നെ അതിന്റെ ആശയവും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ ആഴത്തിലുള്ള ഒരുപാട് അർത്ഥതലങ്ങളുള്ള ആശയങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. നോക്കിക്കോളൂ. വലഖദ് ജാഅ ആല ഫിർഔന നുദുർ. ഒരുപാട് പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അല്ലെ. അതിൽപ്പെട്ടാണ് നുദുർ. നുദുർ ഇപ്പൊ നമ്മൾ ഒരു 10-15 പ്രാവശ്യം കേട്ടു ഇത്രയും ആയത്ത് ഓതിയപ്പോ അല്ലെ. അപ്പൊ വലഖദ് ജാഅ ആല ഫിർഔന നുദുർ. ആല ഫിർഔൻ നമ്മളിപ്പോ പറഞ്ഞോളൂ, ആല ലൂത്ത് അല്ലെ. ഫിർഔൻ. അപ്പൊ അവിടെ ശരിക്ക് ആല് എന്ന് പറഞ്ഞത് ഇവിടെ ഖുർആൻ പറയുന്ന ആല് പലപ്പോഴും എന്തല്ല, ശരിക്കുള്ള കുടുംബമല്ല. പ്രത്യേകിച്ച് ഈ അവിശ്വാസികളുടെ കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെ പിന്നെ സത്യവിശ്വാസികളുടെ കാര്യം പറയുമ്പോഴും വിശ്വാസികളും അവിശ്വാസികളും വേർതിരിച്ച് പറയുമ്പോൾ ആല് എന്ന് പറയുന്നത് ആ വിശ്വാസികളുടെ കുടുംബം, അവിശ്വാസികളുടെ കുടുംബം എന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആല ഫിർഔൻ, ഫിർഔൻ പ്രഭൃതികൾ എന്ന്. അതുകൊണ്ട് ചില തഫ്സീർ മലയാളം തർജ്ജിമയിലൊക്കെ അങ്ങനെ കാണാം. ഫിർഔൻ പ്രഭൃതികൾ അല്ലെങ്കിൽ ഫിർഔന്റെ കൂട്ടക്കാര്, അങ്ങനെ പറയില്ല നമ്മള്, കൂട്ടക്കാരെന്ന് മലയാളത്തിൽ. അവര് ആ ഫിർഔനും കൂട്ടരും എന്ന് നമ്മൾ പറയാം.
ഫിർഔനും കൂട്ടരും ഫിർഔനും കൂട്ടരും അവർക്ക് വന്നു വലഖദ് ജാഅ വന്നു തീർച്ചയായിട്ടും വന്നിരുന്നു അല്ലെ. ലായും ലാമു തഅക്കീദാണ്. ഖദ് എന്നുള്ളതും തഅക്കീദിന്റെയാണ്. രണ്ടും തഅക്കീദാണ്. തഅക്കീദ് എന്ന് പറഞ്ഞാൽ എന്താ? എംഫസൈസ് ചെയ്ത് പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നതാണ്. വലഖദ് ജാഅ തീർച്ചയായും വന്നിരുന്നു ആല ഫിർഔന ഫിർഔനിനും കൂട്ടർക്കും അന്നൂദുർ എന്ത് വന്നിരുന്നു? മുന്നറിയിപ്പുകൾ വന്നിരുന്നു. കസ്സബു ബി ആയാതിന കുല്ലിഹ. കസ്സബു അതും ഇവിടെ ആവർത്തിച്ചാണ് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. കസ്സബു അവർ കളവാക്കി. ബി ആയാതിന അതിന്റെ ഇടക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ അല്ലെ. സെറീനക്കാണല്ലോ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അല്ലെ. എന്തിനാണത്? അത് നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി. ആണോ? അല്ല, എന്നാലും ഖുർആനുമായി ബന്ധപ്പെട്ട അച്ചീവ്മെന്റ്സ് ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടാ. എന്തായിരുന്നു അത്? അത് നിങ്ങളെ പിന്നെ വൈഫില്ലേ മറ്റേ TQ അതിന്റെ വാർഷിക എക്സാം. അപ്പൊ ഈ നോമ്പ് കഴിഞ്ഞിട്ട് അതുവരെ അവർക്ക് എത്ര വരെ പൂർത്തിയാക്കിയോ അതുവരെയുള്ള എക്സാം. അപ്പൊ നമ്മളെ ഏറ്റവും ലാസ്റ്റ് ബാച്ച് നമുക്ക് 46,000 നമുക്ക് എടുത്തത്. എത്ര എടുത്തോ അത്ര വരെ ഉള്ളത് എക്സാം, ആനുവൽ എക്സാം. അപ്പൊ അത് സൂമിൽ നടത്തിയതാ. എന്ന് വെച്ചാൽ ആയത്തിന്റെ മാക്കബലാണല്ലോ ചോദിക്കുക. ഷൂട്ടുകളെല്ലാം ചോദിക്കാം, മുമ്പെടുത്തതും പിന്നെ ആയത്ത് നമ്പറും സൂറത്ത് നമ്പറും. ആ രീതിയിലാണ് നമ്മളെ പഠനം. ശരിക്കും നമുക്ക് മുമ്പിട്ടായിട്ട് പറയാൻ പറ്റുന്ന വിധത്തിലാണ് ഇവരെ പഠിപ്പിക്കുന്ന രീതി, ഹിഫ്ള് ചെയ്യുന്ന രീതി. ഓക്കെ ഓക്കെ ഓക്കെ. മാഷാ അല്ലാഹ്. എന്തായാലും മബ്രൂക്ക്, അല്ലാഹു ബാരിക് ഫീക്ക്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊരു നല്ല അച്ചീവ്മെന്റ് ആണ്. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട അത്തരം അച്ചീവ്മെന്റ്സുകൾ നിങ്ങൾ സമ്മതം ചോദിക്കാൻ ഇട്ടോട്ടാ. ആരുടേതും ഇട്ടോളും, ആരുടെ സമ്മതം ചോദിക്കണ്ട അതിനൊന്നും കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ വലഖദ് ജാഅ ആല ഫിർഔന അന്നൂദർ. നമുക്ക് ഖുർആൻ പഠിക്കാൻ അങ്ങനെ പ്രോത്സാഹനം നൽകുന്ന നല്ല ഗ്രൂപ്പുണ്ട്. അത് വളരെ ഗുണകരമാണ്. ഇപ്പൊ എന്റെ വൈഫിന്റെ വിഷയത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ അത്തരം ഗ്രൂപ്പുകളിൽ ചേർന്നിട്ട് ഒരുപാട് ഹിഫ്ള്, ഇപ്പൊ 3 ജുസ് താഴത്തുനിന്ന് 28, 29, 30 ഇപ്പൊ സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ടുണ്ട് അവര്. 50 ആയത്തായി. അപ്പൊ അത് ഒത്തിരി സമയം നമ്മൾ മെനക്കെടാമെങ്കിൽ അത് നല്ല ഒരു വഴിയാണ് ഖുർആൻ ഹിഫ്ളാക്കാൻ. നമ്മൾ മറ്റു നിലക്ക് പഠിച്ചു. ഇപ്പൊ ഇവിടെയൊക്കെ പഠിക്കുന്നത് നിങ്ങൾ കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങൾ വല്ലാതെ ചോദിക്കുന്നില്ല. അവിടെ അങ്ങനെയല്ല. അവിടെ അത് ചോദിക്കും, പഠിച്ചിട്ടില്ലെങ്കിൽ പുറത്താക്കും. അപ്പൊ അത് പേടിച്ചിട്ട് എല്ലാവരും സമയം വളരെ കമ്മിറ്റഡ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ഗുണം. ഖുർആനൊക്കെ അങ്ങനെ പഠിച്ചാലേ പഠിയുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ എന്നെ പോലെ ചോദിച്ചാൽ പഠിയൂല നിങ്ങള്. കാരണം ഞാൻ വേണമെങ്കിൽ നോക്കി ഒതുക്കോളാൻ പറയും. സ്ട്രോങ് ആക്കണല്ലേ? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇനി നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നിങ്ങളെ ബെഞ്ചിലൊക്കെ കയറ്റി നിർത്തിയിട്ട് സ്ട്രോങ് ആക്കാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ്. എനിവേ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഖുർആൻ പഠിക്കാൻ അത്തരം ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ടായാലേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോ കസ്സബു ബി ആയാതിന കുല്ലിഹ, നമ്മുടെ എല്ലാ ആയത്തുകളെയും അവരെന്ത് ചെയ്തു? കളവാക്കി. കുല്ലിഹ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ പറയാം. ഒന്നുകിൽ കസ്സബു ബി കുല്ലി ആയാതിന എന്ന് പറയാം. കസ്സബു ബി കുല്ലി ആയാതിന എന്ന് പറഞ്ഞാലും എല്ലാ ആയത്തുകളെയും കളവാക്കി. കസ്സബു ബി ആയാതിന കുല്ലിഹ എന്നും പറയാം. അപ്പോഴേ രണ്ട് സ്ട്രെസ് ഉണ്ട് അവിടെ, രണ്ട് എംഫസൈസ് ഉണ്ട്. അതായത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ബി ആയാത്തിന എന്ന് പറഞ്ഞിട്ട് കുല്ലിഹ അത് മുഴുക്കയും കളവാക്കി. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അവനത് തിന്നു, അത് മുഴുവനും തിന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ അവൻ അത് ചെയ്തു, അത് മുഴുവനും ചെയ്തു എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയാണത്. ഓക്കെ. അപ്പോ കസ്സബു ബി ആയാത്തിന കുല്ലിഹ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവര് കളവാക്കി. ആരാണ് കളവാക്കിയത്? ആരെക്കുറിച്ചായി പറയുന്നത്? ഫിറഔന്റെയും കൂട്ടരെയും കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കുല്ലുഹാന്നോ കുല്ലഹാന്നോ അല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ പറഞ്ഞ? കുല്ലിഹ. എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, ഇത് തൊട്ട് മുമ്പ് എന്താണോ ആ വാക്കിന്റെ ഹർക്കത്ത്, അതേ ഹർക്കത്താണ് ഇങ്ങനെ കുല്ല് വരുമ്പോ ചേരുക. ഇപ്പൊ നോക്കൂ, ബി ആയാത്തിന, ബി വന്നിട്ട് ആയാത്തിനോട് ചേർന്നില്ലേ? ബി വന്നാൽ ബി എന്താണ്? ഹർഫ് ജർ അല്ലേ?
അല്ലെ? ബി ഹർഫ് ജർ പഠിച്ചിട്ടില്ലേ മുമ്പ്? ഇനി ഇല്ലെങ്കിൽ അങ്ങനത്തെ, അതായത് ബി, മിൻ, ഫി, അല, അൻ. അപ്പൊ അത് വന്നതുകൊണ്ട് ആയാത്തിന് എന്താണ്? കസറാണ് അല്ലെ? അത് തന്നെയാണ് അതിനുശേഷം കുല്ലിഹ എന്ന രൂപത്തിൽ കുല്ല് വരുമ്പോ അതിന്റെ ഹർക്കത്തും അങ്ങനെയാണ് അത് നിർണയിക്കപ്പെടുക. കേട്ടോ, തൽക്കാലം അത് അങ്ങനെ മനസ്സിലാക്കുക. ഈ ആയാത്തിന കുല്ലിഹ. ഇപ്പൊ നമ്മളൊരു പ്രാർത്ഥന കുല്ലഹ എന്നായിരിക്കും വരിക. ലൊമ്മാണ് പറഞ്ഞെങ്കിൽ കുല്ലുഹ എന്ന് വരും. നമ്മളിപ്പോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറ മാ സഅലക അബ്ദുക, അങ്ങനെയല്ല, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ കുല്ലി ഖൈരിൻ. നമ്മൾ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എല്ലാ നന്മയും, മിൻ കുല്ലി ഖൈർ മാ സഅലക അബ്ദുക വ നബിയുക മുഹമ്മദ്. അപ്പോ മിൻ കുല്ലി ഖൈർ അത് നമ്മൾ തിരിച്ച് ഇതുപോലെ പറയണമെങ്കിൽ എങ്ങനെ പറയും? നസ്അലുക മിൻ ഖൈരി കുല്ലിഹി, കുല്ലിഹി എന്ന് പറയും. അവിടെ ഹി പറയാൻ കാരണം എന്താ? ഖൈർ ഏകവചനമാണ്. ഖൈർ മുഫ്രദാണ്. മുഫ്രദാണ്, ഏകവചനമാണ്. കേട്ടാ, ഖൈർ. ഓക്കെ, അതുകൊണ്ടാണ് കുല്ലിഹി എന്ന് പറയാം. ഓക്കെ, അത്ര മനസ്സിലാക്കാം. അത് ഒരുപാട് പറയേണ്ട സംഗതിയാണ്, പക്ഷെ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റുമായിട്ട് അത്രേ ബന്ധമുള്ളൂ. അതുകൊണ്ട് അത്രയും പറഞ്ഞു നിർത്തുകയാണ് ഞാൻ. മറ്റൊരു സന്ദർഭത്തിൽ അത് വിശദീകരിച്ച് പറയാം. വ്യായാത്തിന കുല്ലിഹ, മുഴുവൻ ആയത്തുകളെയും അവർ കളവാക്കി. ഫഅഖദ്നാഹും, അഖദ എന്താ? പിടിച്ചു, പിടികൂടി. ഫഅഖദ്നാഹും, നാം അവരെ പിടികൂടി. അഖ്ദ അസീസിൻ മുഖ്തദിർ, അഖ്ദ അസീസിൻ മുഖ്തദിർ, നല്ല കഴിവുറ്റ അജയ്യനായ ഒരാളുടെ പിടുത്തം നാം അവരെ പിടിച്ചു. അസീസ് എന്ന് പറഞ്ഞാല് ശരിക്കും അർത്ഥം മറ്റൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്ര ജയിക്കുന്നവൻ എന്നർത്ഥം. അസീസ് അള്ളാഹുവിന്റെ നാമമാണ് അല്ലെ? അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിന്റെ നാമമാണ് അസീസ് അല്ലെ? അതിന്റെ അർത്ഥം ശരിക്കും പ്രതാപവാൻ അല്ലെങ്കിൽ അജയ്യൻ. അജയ്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്ര അജയ്യൻ. അതാണ് മറ്റാരാലും തോൽപ്പിക്കാൻ പറ്റാത്ത. മുഖ്തദിർ എന്ന് പറഞ്ഞാല് ഖദീർ. ഖദീർ നമ്മൾ പറയല്ലേ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ഖദീർ? കഴിവുള്ളവൻ. അതിന്റെ മറ്റൊരു വകഭേദം മുഖ്തദിർ. മുഖ്തദിർ അപ്പോ സകലതിനും കഴിവുള്ള, ആരാലും തോൽപ്പിക്കപ്പെടാൻ പറ്റാത്തത്ര അജയ്യനായ ഒരുത്തന്റെ പിടുത്തം നാം അവരെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഫിർഔൻ ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും നിഗളിച്ച ഒരു വ്യക്തിയായിരുന്നു അല്ലെ? അങ്ങനത്തെ ഒരു സ്വേച്ഛാധിപതി ലോകത്ത് ഇതുവരെ കടന്നുപോയിട്ടില്ല. കാരണം എന്താ? മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലുക, ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലുക. അങ്ങനത്തെ ഒരു ഡിക്റ്റേറ്റർ ലോകത്ത് ഒരിടത്തും കടന്നുപോയിട്ടുണ്ടാവില്ല, ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ അത്രക്ക് വലിയ സ്വേച്ഛാധിപതിയായിരുന്നു. കാരണം ആ കുട്ടികളിൽപ്പെട്ട ഒരാള് തന്റെ മരണത്തിന് കാരണമാകും എന്ന സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫിറൗൻ അങ്ങനെ ചെയ്തത് അല്ലെ? ബനി ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെ കൊല്ലുക. അവസാനം അവർക്ക് തന്നെ നഷ്ടമായപ്പോ ഒരു കൊല്ലം കൊല്ലും, ഒരു കൊല്ലം കൊല്ലാണ്ടിരിക്കും. അങ്ങനെയാക്കി. മനസ്സിലായോ? അയാളെ നാം പിടിച്ചപ്പോ അയാൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് അള്ളാഹു ഫിറൗനെ കൊന്നത് നമുക്കറിയാം. ചെങ്കടലില് മുക്കിക്കൊന്നു അല്ലെ? അപ്പോ ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റാത്ത, എന്നാൽ എല്ലാറ്റിനും കഴിവുള്ളവന്റെ ഒരു പിടുത്തമാണ് നാം അവനെ പിടിച്ചത്. അതാണ്. ഓക്കെ, അകുഫാറുക്കും ഖൈറുൻ മിൻ ഉലായിക്കും. അള്ളാഹു എന്നിട്ട് ചോദിക്കുകയാണ്, അകുഫാറുക്കും ഖൈറുൻ, നിങ്ങളുടെ ഈ നിഷേധികൾ, അതായത് മക്ക മുശ്രിക്കുകളായിട്ടുള്ള ഈ നിഷേധികൾ ഉണ്ടല്ലോ, ഖുറൈശികളുടെ ഈ കാഫിറുകൾ, അവർ ഖൈറുൻ, അവർ ഉത്തമരാണോ, അല്ലെങ്കിൽ അവർ നല്ലവരാണോ, അല്ലെങ്കിൽ അവർ കൂടുതൽ ബലമുള്ളവരാണോ, മിൻ ഉലായിക്കും, ആരെക്കാളും അവരെക്കാളും. ഏതവരാ ഉദ്ദേശിക്കണ? ഈ ഫിറൗൻ കൂട്ടരും. മനസ്സിലായോ പറഞ്ഞത്? അക്കുഫാറുക്കും ഖൈറുൻ, നിങ്ങളുടെ ഈ നിഷേധികൾ നല്ലവരാണോ, കഴിവുള്ളവരാണോ, മിൻ ഉലായിക്കും, മറ്റ് കഴിഞ്ഞുപോയ ആ നിഷേധികളെക്കാൾ ഉത്തമരാണോ ഇവർ? ചോദിക്കണേണ്ട ഉദ്ദേശം എന്താ? ഈ നിങ്ങൾക്കും ഈ പിടുത്തം, ഇതുപോലത്തെ ഒരു പിടുത്തം വരാനുണ്ട്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ നിങ്ങളെയും ഇതുപോലെ പിടിക്കാം. മനസ്സിലായോ?
അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു ഈ പരിശുദ്ധ ഖുർആൻ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. എവിടെയാണ് ഇത് പാരായണം ചെയ്യണത്? മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിരുന്ന് സത്യനിഷേധികൾ കേൾക്ക ഇത് പാരായണം ചെയ്യണം. ആ അഭിസംബോധന നമ്മുടെ മനസ്സിൽ വേണം ഇത് പഠിക്കുമ്പോ. അപ്പൊ അവരോട് ചോദിക്കണം, ആ കുഫാർക്കും നിങ്ങളിലെ ഈ നിഷേധികൾ ഖൈറും മിൻ ഉലായിക്കും ഈ കഴിഞ്ഞുപോയ നിഷേധികളെക്കാൾ ഉത്തമരാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശിക്ഷയെ അതിജയിക്കാൻ സാധിക്കുമോ? നിങ്ങളെ ഞാൻ പിടിക്കില്ല എന്നതിന് വല്ല ഉറപ്പും നിങ്ങൾക്കുണ്ടോ? അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടോ? ഇതാണ് അള്ളാഹ് ചോദിക്കുന്നത്. അം ലക്കും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ? എന്ന് പറഞ്ഞാല് അതല്ലെങ്കിൽ കേട്ടാ, ഓർ അതല്ലെങ്കിൽ അം ലക്കും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ ബറാഅത്തുൻ. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിരപരാധിത്വം അല്ലെങ്കിൽ ഒരു കുറ്റവിമുക്തി എന്നൊക്കെ പറയാം. ബറാഅത്ത് ഇവിടെ കോടതിയില് ഒരാളെ ശിക്ഷയിൽ നിന്ന് കുറ്റത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ പറയും അയാൾ ബരീ ആണെന്ന് പറയും, നിരപരാധിയാണ്. ബരീ. ഷഹാദത്തുൽ ബറാ എന്ന് പറഞ്ഞാല് കുറ്റവിമുക്തിയുടെ ഹുക്കുമുൽ ബറാ എന്ന് പറഞ്ഞാൽ അതാണ് ഹുക്കുമുൽ ബറാ എന്ന് പറഞ്ഞാൽ അതാണ്. അക്വിറ്റിംഗ് എന്ന് പറയില്ല, അക്വിറ്റൽ എന്ന് പറയുന്ന സംഗതിയാണ്. കുറ്റവിമുക്തനാക്കുക, കുറ്റവിമുക്തി നേടുക. അപ്പൊ അതല്ലെങ്കിൽ അവിടെ ഉദ്ദേശിച്ചത് അതാണ്. അതായത് അള്ളാഹു അവരിൽ നിന്ന് വിമുക്തനാണ് എന്നർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ഒരു ബാധ്യതയില്ല എന്നർത്ഥം. അവിടെ കുറ്റവിമുക്തി എന്നല്ല ഉദ്ദേശം, മറിച്ച് അവരിൽ നിന്ന് അള്ളാഹു ഒഴിഞ്ഞിരിക്കുന്നു, അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അള്ളാഹു ഒഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. തൗബ, സൂറത്തു തൗബയുടെ മറ്റൊരു പേരാണ് ബറാഅത്ത്, സൂറത്തുൽ ബറാഅത്ത് കേട്ടാ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് അം ലക്കും ബറാഅത്തുൻ, അല്ല നിങ്ങൾക്ക് ഒരു വിമുക്തി, നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളാണ്, നല്ല മനുഷ്യന്മാരാണ് എന്നതിന് ഫി സുബുർ. സുബുർ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം കേട്ടാ. സുബുർ വേദഗ്രന്ഥത്തിന്റെ മറ്റൊരു പദമാണ് സുബുർ. നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ ഇപ്പൊ ജബൂറില്ലേ, ജബൂർ അതിന്റെ ഒരു ജമ്മായിട്ട് ഇതിനെ പറയുന്നതാണ് സുബുർ. അപ്പൊ അത്തരം വേദഗ്രന്ഥങ്ങളിൽ പഴയ കഴിഞ്ഞുപോയ, കാരണം അത് അവർക്ക് നല്ല പരിചയമുള്ള ഒരു വേദഗ്രന്ഥമാണ്. മനസ്സിലായി? ഖുർആൻ അവർക്ക് പരിചയമില്ല, അവർക്ക് പരിചയമുള്ള വേദഗ്രന്ഥമാണ് ജബൂർ. അപ്പൊ അത്തരം വേദഗ്രന്ഥങ്ങളെ മൊത്തത്തിൽ കുറിക്കുന്ന ഒരു പേരായിട്ടാണ് അവിടെ പറയുന്നത്. അല്ലാതെ ജബൂർ എന്ന് പറയുന്ന പെർട്ടിക്കുലർ വേദഗ്രന്ഥമല്ല. ഇത്തരം വേദഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ചെയ്താലും നിങ്ങൾ ആ കുറ്റങ്ങളിൽ നിന്ന് മുക്തരാകുന്ന തരത്തിലൊരു നിരപരാധിത്വവും ഒരു പരിശുദ്ധിയും നിങ്ങൾക്ക് വല്ലയിടത്തും ഉണ്ടോ? മനസ്സിലായി? അതാണ് ചോദ്യം. നോക്കൂ ഒന്നും കൂടി. അക്കുഫാറുക്കും ഖൈറും മിൻ ഉലായിക്കും, നിങ്ങളിലെ നിഷേധികൾ ആ നിഷേധികളെക്കാൾ ഉത്തമരാണോ? അം ലക്കും ബറാഅത്തുൻ ഫി സുബുർ, അല്ലെങ്കിൽ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെ കുറ്റവിമുക്തി രേഖപ്പെടുത്തിയിട്ട് വല്ല ആയത്തും വല്ല ദൃഷ്ടാന്തങ്ങളും വന്നിട്ടുണ്ടോ? മനസ്സിലായോ? അതാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടോ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണോട്ടാ. ഏത് സംശയവും ചോദിക്കാം. നിങ്ങൾ ഞാന് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനെന്ത് വിചാരിക്കും, എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കണ്ട. ഈ പറയുന്ന സംഗതികളിൽ അർത്ഥം മനസ്സിലായിട്ടില്ല, പദം മനസ്സിലായില്ല, ആശയം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒക്കെ ചോദിക്കണം കേട്ടാ. ചോദിക്കാതെ എനിക്ക് തിരിയില്ല. ഓക്കെ. അം യഖൂലൂന, അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടോ, പറയുകയാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു വാദത്തെ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നു. നഹ്നു ജമീഉൻ മുൻതസിർ, നഹ്നു ജമീഉൻ മുൻതസിർ, നഹ്നു ജമീഉൻ, ഞങ്ങൾ എല്ലാവരും ഒരു വലിയ സംഘമാണ്. ജംഅ അല്ലെ, ജമാഅ എന്നൊക്കെ അതിൽ നിന്നുള്ളതാണ് സംഘം. ഞങ്ങൾ എല്ലാവരും കൂടി മുൻതസിർ, മുൻതസിർ എന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന സംഘം. ഞങ്ങളെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂല, അങ്ങനെ വിജയിക്കുന്ന ഒരു സംഘമാണ് എന്നവർ വാദിക്കുന്നുണ്ടോ? അതാണ് അം യഖൂലൂന, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ടോ, അവർ വാദിക്കുന്നുണ്ടോ? നഹ്നു ജമീഉൻ മുൻതസിർ, ഞങ്ങള് അതിജയിക്കുന്ന ഒരു സംഘമാണ്, ഞങ്ങൾ വിജയിക്കും, എന്തൊക്കെ വന്നാലും ഞങ്ങളാണ് വിജയിക്കുക എന്ന് പറയുന്ന ഒരു സംഘമാണോ നിങ്ങൾ? ഓക്കെ, മനസ്സിലായോ? അത് അം യഖൂലൂന നഹ്നു ജമീഉൻ മുൻതസിർ. സയുഹ്സമുൽ ജംഉ, സയുഹ്സമുൽ ജംഉ. ഹസിമ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു, അഹ്സമ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തി. അതിന്റെ
മഫ്ഊല് വസൻ പാസീവ് വോയിസ് ആണ്. സയുഹ്സമു തീർച്ചയായും പരാജയപ്പെടുത്തപ്പെടും. മനസ്സിലായോ? പരാജയപ്പെടുത്തപ്പെടും. അൽ ജമു ഇവരുടെ ഈ സംഘം തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും. വയുവല്ലൂന ദുബർ യുവല്ലൂന എന്ന് പറഞ്ഞാൽ അവര് തിരിഞ്ഞോടും, പിന്തിരിഞ്ഞോടും. ആ ദുബർ എന്ന് പറഞ്ഞാൽ ശരിക്കും പിൻഭാഗം തിരിഞ്ഞ് അവർ ഓടും. ദുബർ എന്ന് പറഞ്ഞാൽ ശരിക്കും പിൻഭാഗം എന്നർത്ഥം. കുബുലിന്റെ ഓപ്പോസിറ്റ് ആണ് ദുബർ. മുൻഭാഗത്തിന് കുബുൽ എന്ന് പറയും. ദുബർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം. അപ്പം വയുവല്ലൂന ദുബർ അവര് സ്വന്തം ശരീരം പിന്നോട്ടാക്കിയിട്ട് അവര് തിരിഞ്ഞ് ഓടുന്ന ഒരവസ്ഥ വരും. ഇത് വാസ്തവത്തിൽ എന്താണ്? ഇതൊരു വലിയ പ്രവചനമാണ്. ഈ പ്രവചനം നടത്തുന്നത് എപ്പോഴാണെന്നറിയോ? ഹിജ്റക്ക് മുമ്പ് ഒരു 5 വർഷം മുമ്പാണ് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടം നമ്മൾ പറഞ്ഞു. അപ്പോഴത്തെ അവസ്ഥ എന്താ? അബസീനിയയിലേക്ക് മുസ്ലിങ്ങൾ ഈ മക്കയിൽ ഒരു ഗതിയും കിട്ടാതെ അബസീനിയയിലേക്ക് കുറച്ചുപേര് ഹിജ്റ പോയിരിക്കുന്നു. മക്കയിലുള്ള ആളുകൾ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അള്ളാഹു ഇത് പറയുന്നത്. സയുഹ്സമുൽ ജംഉ തീർച്ചയായും ഈ ഖുറൈശികളുടെ ഈ സംഘം, മുശ്രിക്കുകളുടെ ഈ സംഘം അവര് പരാജയപ്പെടുക തന്നെ ചെയ്യും. വയുവല്ലൂന ദുബുർ അവർ പിന്തിരിഞ്ഞോടുന്ന ഒരു ഘട്ടം വരും. ഇങ്ങനെ ഒരു സമയത്ത്, ആ സമയത്ത് ഇത് പറഞ്ഞാൽ അവർക്ക് പരിഹസിക്കാൻ അത് തന്നെ മതി, അല്ലെ? കാരണം ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും വിജയിച്ചിരിക്കുന്നു. പണം, അധികാരം, പദവി, സമ്പത്ത്, സൗകര്യങ്ങള്, സംവിധാനങ്ങള്, ആൾബലം, മറ്റേ ആയുധബലം, ഇതൊക്കെ ഞങ്ങളുടെ അടുത്താണുള്ളത്. ഇന്നത്തെ പോലെ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് 400 ആണവായുധമുണ്ട്, ഞങ്ങളുടെ അടുത്ത് ടാങ്കുകൾ, F-16 മിഗ് വിമാനങ്ങളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ നിങ്ങള് ഞങ്ങളെ തോൽപ്പിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം അന്നും വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവര് പലരും അത് മറച്ചു വെക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് ചോദിക്കാനോ ഇത് പറയാനോ ഇതിൽ വിശ്വസിക്കാനോ ധൈര്യം വന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് 5 വർഷത്തിന് ശേഷം അവർ മദീനയിലേക്ക് ഹിജ്റ പോയി. 2 വർഷത്തിന് ശേഷം ബദർ യുദ്ധം വന്നു. ബദർ യുദ്ധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ച ഒരു സന്ദർഭത്തില്, മക്കാ മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടുന്ന ഒരു സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുമായിട്ട് അവരുടെ പിന്നാലെ ഓടി. ആ ഓടുന്ന സന്ദർഭത്തിൽ ഈ ആയത്ത് നബി ഓതി, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ തീർച്ചയായും ഈ വലിയ സംഘം പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലായത്. 7 കൊല്ലം മുമ്പ് അവതരിച്ച ആ സൂറത്തിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പരിശുദ്ധ ഖുർആന്റെ അമാനുഷികതയുടെ തെളിവാണ്. കാരണം മക്കയിൽ ഇങ്ങനത്തെ ഒരു ആയത്ത് അവതരിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. മക്കയിലെ മുസ്ലിങ്ങളുടെ ശക്തി വെച്ചിട്ട് ഒരിക്കലും 7 കൊല്ലം കൊണ്ട് ഇങ്ങനെ സംഭവിക്കും എന്നൊരിക്കലും പറയാൻ പറ്റൂല. അതാണ് ഖുർആൻ നമുക്ക് തരുന്ന പ്രചോദനം. ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോ ഈ മൊത്തം ഈ പ്രശ്നമൊക്കെ കാണുമ്പോ, അല്ലെ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കാണുമ്പോ നമ്മളും ചോദിച്ചു പോകും, ഇസ്ലാം വിജയിക്കുമോ? മുസ്ലിങ്ങൾ എപ്പോഴും നോക്കൂ, എല്ലാ ദിവസവും കാനഡയിൽ ഒരാൾ ട്രക്കടിച്ച് 4 മുസ്ലിങ്ങളെ കൊന്നു. ഇന്നലെയും കൂടി ഒരു വൃദ്ധനെ UP-യില് അയാളുടെ താടി മുറിച്ച് അയാളെ അടിച്ച് അവശനാക്കി ഫോട്ടോ എടുത്തിട്ട്, വീഡിയോ എടുത്തിട്ട് അത് യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ നടക്കുന്നു. അതിനു മുമ്പ് കാലികളെ കടത്തിന്ന് പറയില്ല. അപ്പോ ഇതൊക്കെ വാസ്തവത്തില് അള്ളാഹിന്റെ ചില നടപടിക്രമങ്ങളാണ്. ഇതിലൂടെ തന്നെയാണ് അള്ളാഹു എന്ത് ചെയ്യുക, ഇങ്ങനെ മർദ്ദിച്ചവശരാക്കപ്പെടുന്ന ഈ സംഘം അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘം വിജയിക്കുകയും നിഷേധികളുടെ സംഘങ്ങൾ പരാജയപ്പെടുന്ന രംഗങ്ങൾ വരിക തന്നെ ചെയ്യും. ഇത് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് കേട്ടോ. ഓക്കെ. ബലിസാഅതു എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറം, ഇത് ഭൗതികമായ ഒരു പരാജയത്തെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞത്. എന്നാൽ ബലിസാഅതു, അസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യനാള്. എന്നാൽ അന്ത്യനാളാണ് മൗഇദുഹും, അവരുടെ യഥാർത്ഥ ശരിക്കും അവരെ വിധി കൽപ്പിക്കുന്ന അവരുടെ മൗഇദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണേന് നമ്മൾ എന്താ പറയാ? മവാഇദ് എന്ന് പറയും. ടൈം ടേബിളിനും പറയും മവാഇദ്. അപ്പൊ
കൂടിക്കാഴ്ച. അതന്നെ അപ്പോയിന്റ്മെന്റ്. ശരിക്കും അതിൽ നിന്നാണ് വഅദ എന്ന പദത്തിൽ നിന്നാണത്. വഅദ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാഗ്ദത്തം. അപ്പൊ ഇന്ന സമയത്ത് നമ്മൾ കാണാം, കണ്ടുമുട്ടാം എന്ന് വാക്ക് കൊടുക്കണല്ലോ, അതാണ് മൗഇദ്. ശരിക്കും അവരുടെ മൗഇദ്, അള്ളാഹുവിനുമായിട്ടുള്ള അവരുടെ മൗഇദ് എപ്പോഴാണത്? അന്ത്യനാളാണ്. വസ്സാഅതു അദ്ഹാ വ അമർ. വസ്സാഅതു എന്നാൽ അന്ത്യനാളാകട്ടെ, ആ അന്ത്യനാളാകട്ടെ അദ്ഹ, അത് ഏറ്റവും ദുർഘടം പിടിച്ച, ഏറ്റവും ബുദ്ധിമുട്ടേറിയ, വിഷമം പിടിച്ച ഒരു സമയമാണത്. വ അമർ, അമർ മുറ്, കേട്ടല്ലോ. ഖുലിൽ ഹഖ വലൗകാന മുർറൻ, എന്താ അർത്ഥം? കയ്പ്. ഏറ്റവും അതിന്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് അമർ, കേട്ടാ, ഏറ്റവും സൂപ്പർലെറ്റീവ് ആയിട്ടുള്ള സംഗതി. അപ്പോ അന്ത്യനാളാകട്ടെ ഏറ്റവും ദുഷ്കരവും ഏറ്റവും കൈപ്പേറിയതുമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ ലോകത്തെ ശിക്ഷയല്ല ശരിക്കും അവരുടെ മൗഇദ്. അവരുടെ മൗഇദ് എവിടെയാ? അസ്സാഅത്ത്, അന്ത്യനാളാണ്. ഓക്കെ. ഇന്നൽ മുജ്രിമീന, തീർച്ചയായിട്ടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ. ഇന്നൽ മുജ്രിമീന, തീർച്ചയായിട്ടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ. ഫീ ലലാലിൻ വസുഉർ, അവരെന്തിലാണ്? ലലാല്, അവർ വഴിപിഴപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. വസുഉർ, സുഉർ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമാന്യം സംഭവിച്ച അവസ്ഥയിലാണ്. അവർക്ക് വാസ്തവത്തിൽ ബുദ്ധിയില്ല. യുക്തിവാദികൾ എന്ന് നമ്മൾ വാദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എന്തില്ല? തീരെ യുക്തിയില്ല. യുക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവര് ഇത്തരം വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഇന്നലെ ക്ലബ് ഹൗസിൽ ഒരു ഗ്രൂപ്പ് കണ്ടത് അള്ളാഹു ഒളിവിലാണ്, അള്ളാഹു ഒളിവിലാണ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് ചോദിക്കണത്, ഈ കോവിഡൊക്കെ വന്നപ്പോ അള്ള എവിടെയെന്നാണ് ചോദിക്കണത്. എന്തേ നിങ്ങളുടെ അള്ള നിങ്ങളെ രക്ഷിക്കാത്തത്? അതാണ് ചോദ്യം. അപ്പൊ അത്തരം ചോദ്യങ്ങളുടെ ബുദ്ധി. അതുപോലെ തന്നെ വാട്സപ്പിൽ വേറെ അവൻ പറഞ്ഞാൽ രണ്ടാവുന്നുണ്ടോന്നുള്ള അതിന് നല്ലൊരു മറുപടി കൊടുക്കുന്നത് ഞാൻ കണ്ടു അത്. അതെ അതെ, അല്ല അപ്പൊ അതാ പറഞ്ഞ മറുപടി. അതെ, നല്ല മറുപടിയാണ്. മുസ്ലിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. മുസ്ലിങ്ങളില് ഒത്തിരി ദുർബലവിശ്വാസികൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ജാമിദ ടീച്ചറും അതുപോലെ ജസ്ലാം ആടശ്ശേരിയും പിന്നെ ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിം ജബ്ബാറും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ അത് എല്ലാവർക്കും അത്രയുള്ള. പക്ഷെ നമ്മള് അതിൽ പേടിക്കേണ്ട ഒരു സംഗതി, നല്ലൊരു യുവതലമുറ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ വിശ്വാസം സ്ട്രോങ് ആക്കി നിർത്തണം. എന്താണ് ദീൻ, അതിനെന്തുവേണം? നമുക്കിത് അറിയണം, നമുക്കിത് തിരിയണം. നമ്മള് യുക്തിവാദികൾക്ക് ബുദ്ധിയില്ലാന്നും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നാ പോരാ. നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം യുക്തിഭദ്രമാക്കേണ്ടത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതുകൂടി ഇതിന്റെ പാഠമാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മക്കൾ നമുക്ക് നമ്മുടെ കൺട്രോളിലായിരിക്കും, നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ. പക്ഷെ അവര് ചിന്തിച്ച് തുടങ്ങുമ്പോ, അവര് ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോ, അവരാലോചിച്ച് തുടങ്ങുമ്പോ, ഇതൊക്കെ ഇപ്പോ ഈ ക്ലബ് ഹൗസ് എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള വേദികളാണ്. എല്ലാത്തരം അരാജകത്വം അവിടെ ഉണ്ട്, എല്ലാത്തരം ചോദ്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ കുട്ടികൾ ഇതൊക്കെ തേടിപ്പോവും. പലതും നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സങ്കല്പത്തിന്റെ അപ്പുറത്തേക്കാണ് അവർ തേടി പോവുക. അപ്പോ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിയും ശക്തിയും നമ്മൾ നേടിയിരിക്കണം. മനസ്സിലായി? അതുകൂടി ഇതിന്റെ ഒരു പാഠമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്കത് അത്തരം കുറച്ച് വിഷയങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ യുക്തിവാദികളുടെ മെയിൻ വാദങ്ങള്. ഇപ്പൊ ഇതൊന്നും ഇപ്പോ ഒരു പുതിയ സംഗതിയല്ല. ഇപ്പൊ ഇവരിപ്പോഴും ഇപ്പൊ ഈ ജാമിദ ടീച്ചറും ജസ്ലാം ആടശ്ശേരിക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നബി 11 കെട്ടി, ആയിഷ ബീവിയുടെ വയസ്സ് 6 അത് പിന്നെ അങ്ങനെ ആയിരുന്നു, നബി ഒരു സ്ത്രീലമ്പടനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതല്ല, ഇങ്ങനത്തെ കുറെ വാദങ്ങൾ ഇതിപ്പോ എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതിലൊന്നും ഒരു പുതുമ. ഈ ഒരു വാചകം റസൂലിനെ എത്ര ഭ്രാന്തെന്ന് വിളിച്ചിട്ടും പലതും ഖുറാനിൽ വിളിച്ചാൽ ഒരിക്കലും റസൂലിൽ ശൈശവ വിവാഹത്തിനെ കുറിച്ച് ആ സമയത്ത് ആരും എതിർത്തിട്ടില്ല, അതിനെ അവഗണിച്ചു പാടില്ല. കാരണം അക്കാലഘട്ടത്തിൽ അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇവരിപ്പൊ എന്തിനാണെടുത്തു അല്ല അതാ പറയുന്നത് അവരിതിന്. അപ്പൊ അതൊന്നും അല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം ഇപ്പോ ഇതിനെ യുക്തിപരമായി കൈകാര്യം ചെയ്യലല്ല. മാത്രമല്ല അതിനേക്കാൾ അപ്പുറം നോക്കൂ, യുക്തിവാദികൾ ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. അള്ളാഹു ഒളിവിലാണെന്നല്ലേ പറയുന്നുള്ളൂ. ഈശ്വരൻ ഒളിവിലാണ്, ശ്രീകൃഷ്ണൻ ഒളിവിലാണ്, ശ്രീരാമൻ ഒളിവിലാണ്. എന്ത് പറയാത്ത എന്തുകൊണ്ടാ? പറഞ്ഞ വിവരം അറിയും, പറഞ്ഞാൽ വിവരം അറിയും.
അതുകൊണ്ട് പറയുന്നില്ല. അപ്പോ യുക്തി ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇസ്ലാമോഫോബിക് അറ്റ്മോസ്ഫിയർ ആണ് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷെ അതിനെ നെഗറ്റീവായി കാണണ്ട, അതിനെ പോസിറ്റീവായി കാണാം. കാരണം അതൊരു അവസരമാണ് നമുക്ക് തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ, നമ്മുടെ മക്കളിൽ അത് ദൃഢമാക്കാൻ, സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് കണ്ടാൽ മതി. ഓക്കെ, അത് നമുക്ക് വേറൊരു വിഷയമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ചർച്ച ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് തിരിച്ചു വരാം. ഇന്നൽ മുജ്രിമീന, തീർച്ചയായും കുറ്റവാളികൾ, ഫീ ലലാലിൻ, അവര് വഴികേടിലാണ്, തെറ്റിദ്ധാരണയിലാണ്, വസുഉർ, ബുദ്ധിമാന്യത്തിലുമാണ് അവര്. അതാണ് ഇപ്പൊ നമ്മൾ പറയാൻ കാരണം. യൗമ യുസ്ഹബൂന ഫിന്നാർ, യൗമ ഒരു ദിവസം, യുസ്ഹബൂന അവർ, സഹബ എന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കുക, പിൻവലിച്ചു എന്നാണ് സഹബ് പറയും. ഇൻസിഹാബ്, പിൻവലിഞ്ഞു. യൗമ യുസ്ഹബൂന ഫിന്നാരി, നരകത്തിൽ അവർ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം. അലാ വുജൂഹിഹിം, അവരുടെ മുഖം കുത്തി വലിച്ചിഴക്കപ്പെടുന്ന ദിവസം. ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, മസ്സ സഖർ, നരകത്തിന്റെ തീജ്വാല നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. അപ്പൊ ഇപ്പോ ഈ നിഷേധിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള മൗഇദ് നമ്മൾ പറഞ്ഞത്, വസ്സാഅതു മൗഇദുഹും, മൗഇദ് അവരുടെ മൗഇദ് അന്ത്യനാളാണ്. ആ അന്ത്യനാളിൽ സംഭവിക്കുക എന്താ? നരകത്തിൽ അവർ മുഖം കുത്തി വലിച്ചിഴക്കപ്പെടും. എന്നിട്ട് അവരോട് പറയും ദൂഖൂ, ദൂഖൂ എന്നുള്ളത് പല പ്രാവശ്യം ഇപ്പൊ വന്നു അല്ലെ, നിങ്ങൾ ആസ്വദിക്കുക, മസ്സ സഖർ, നരകത്തിൽ. സഖർ എന്ന് പറഞ്ഞാല് സഖർ, നരകം, സഖർ, നരകത്തിന്റെ മറ്റൊരു പേരാണ് കേട്ടോ സഖർ. മാ സലക്കക്കും ഫീ സഖർ, നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ് ചോദിക്കുന്നവര് ഇതിനെ പറ്റി പറയുന്നത്. അപ്പൊ മസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പർശനം, നരകത്തിന്റെ സ്പർശനം എന്താ? തീജ്വാല, അതിന്റെ ജ്വാല, ഫ്ലെയിം. അല്ല നരകം പിടിച്ചിട്ട് കൈകൊണ്ട് തൊടുന്നതിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. നരകത്തിന്റെ സ്പർശനം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയും. ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, ഇന്ന തീർച്ചയായും നാം, കുല്ല ശൈഇൻ എല്ലാറ്റിനെയും, കണ്ട, കുല്ല ശൈഇൻ എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ചു, ഖലഖനാഹു നാം അതിനെ സൃഷ്ടിച്ചു, ബിഖദർ, ബിഖദർ ഒരു കൃത്യമായ അളവോടുകൂടി, അല്ലെങ്കിൽ ഒരു കൃത്യമായ സമയത്തോടുകൂടി. എല്ലാത്തിനും ഒരു അളവുണ്ട്. ഈ ഭൂമിയിൽ ഒന്നും അള്ളാഹു ഒരളവില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അതിവിടെ പറയാൻ കാരണം, ഈ ഭൂമി നശിക്കും, അന്ത്യനാള് വരും. കാരണം എന്താ? ഇതിനൊരു അവധിയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കൂ, എല്ലാറ്റിനും ഒരു അവധിയില്ലേ? ഒരു ഉണ്ടായി വന്ന എല്ലാറ്റിനും ഒരു അവധിയുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനത്തിനും ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും. നമ്മളും മരിച്ച നമ്മളെ കുറിച്ച് പറഞ്ഞ എക്സ്പയർഡ് എന്നാ പറയാ അല്ലെ? പണ്ടത്തെ കാലത്ത് ടെലഗ്രാം അടിക്കുമായിരുന്നു, കേട്ടണ്ട? പിന്നെ ആള് എക്സ്പയർഡ് എന്നാ പറയാ. മൂപ്പരുടെ അവധി കഴിഞ്ഞുപോയി. നമ്മൾ വഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഫാത്തായി, എക്സ്പയർ ആയി എന്നർത്ഥം. എക്സ്പയർ ആയി, അവധി പൂർത്തിയായി, വാലിഡിറ്റി കഴിഞ്ഞു. നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ള പ്രശ്നമുള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ ഒരു എക്സ്പയറി ഡേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഒരു 4 മാസമൊക്കെ മുമ്പ് അറുത്ത് ഉറങ്ങി, അല്ല 5-6 മാസം ഉറങ്ങിയ ചിക്കനാണ് നമ്മുടെ വീട്ടിലെത്തണം. അതിന് പിന്നെ ഒരു എക്സ്പയറി ഡേറ്റ് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു എക്സ്പയറി ഡേറ്റ് നമുക്ക് അറിഞ്ഞൂടാ. ഈ ഭൂമിക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് അവസാനിക്കും. അതാണ് ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ചത് ഒരു കൃത്യമായ അളവോട് കൂടിയാണ്. വമാ അമ്രുന, നമ്മുടെ കാര്യം, അല്ല പറയണം, വമാ അമ്രുന, നമ്മുടെ കാര്യം, ഇല്ലാ വാഹിദത്തൻ, ഒരൊറ്റ ഒരു സംഗതി. എന്താണ്? കലംഹിം ബിൽ ബസർ, കണ്ണിമ വെട്ടുന്നത് പോലെ ഒറ്റ വെട്ടാണ് നമ്മുടേത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ച് മറ്റൊരു ഭൂമി സൃഷ്ടിച്ച് അവിടെ നിങ്ങളൊക്കെ കൂടി ഇതുവരെ ആദം നബി മുതൽ അവസാനത്തെ പിഞ്ചു കുഞ്ഞു വരെ അവരൊക്കെ കൂടി ജീവിപ്പിക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടത്? നമുക്കൊരു വീടുണ്ടാക്കാൻ എത്ര നേരം വേണം? ഞാനിപ്പോ വീടിനെ കുറിച്ച് പറയുന്നത്, ഇപ്പൊ എനിക്ക് വീട്, നമ്മൾ എത്ര അധ്വാനിക്കണം അതിനല്ല, എത്ര അതിന്റെ പ്ലാനിങ് ഉണ്ട്, എത്ര അതിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ആകെ ഇടങ്ങറായി പോകും അല്ലെ? കോൺട്രാക്ടർമാരെ കൊണ്ട്, പണിക്കാരെ കൊണ്ട് എന്തൊക്കെ ചെയ്യണം. പക്ഷെ ഈ ഭൂമിയൊക്കെ നശിപ്പിച്ച് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കടലിൽ കൊണ്ട് കളഞ്ഞ് വേറൊരു ഭൂമി ഉണ്ടാക്കി അവിടെ കബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ, കടലിൽ കിടക്കുന്ന മനുഷ്യന്മാരെ, കഴുകൻ തിന്നു പോയവരെ,
ഗംഗയിൽ ഒഴുക്കിയ ആളുകളെയും ഒക്കെ കൂടി അള്ളാഹുവിന് ഒന്നിച്ചു കൂട്ടാൻ എത്രേ വേണ്ടുള്ളൂ സമയം? നമ്മളൊന്ന് കണ്ണിമ വെട്ടി തുറക്കുന്ന സമയം. അതാണ് ഇല്ലാ വാഹിദത്തൻ കലംഹം ബിൽ ബസർ. ലംഹം ബിൽ ബസർ എന്ന് പറഞ്ഞാല് കണ്ണിമ വെട്ടുക. അത്ര നേരം അള്ളാഹുവിന് വേണ്ടുള്ളൂ. വലഖദ് അഹ്ലക്ന. എന്താ അഹ്ലക്ക എന്ന് പറഞ്ഞാല് നശിപ്പിച്ചു, നാം നശിപ്പിച്ചിരിക്കുന്നു. ഹലാക്കിന്റെ ഔലും കഞ്ഞി എന്നൊക്കെ പറഞ്ഞ അല്ലെ, ഹലാക്ക് അതിന്നാണത്. വലഖദ് അഹ്ലക്ന, നാം തീർച്ചയായും നശിപ്പിച്ചിരിക്കുന്നു. അഷിയാഅക്കും, ഷിയാന്ന് കേട്ടോ, ഷിയാക്കള്. ഷിയാക്കള് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഷിയത്താണ് കേട്ടോ. ഷിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഭാഗം എന്നാണ്, വിഭാഗം. ഷിയത്തിന്റെ ജമാണ് അഷിയാ. നാം നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകളെ, ഒരുപാട് വിഭാഗങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളിൽ ആരെങ്കിലും അതൊക്കെ ഓർക്കുന്നവരായിട്ടുണ്ടോ? മനസ്സിലായോ? വലഖദ് അഹ്ലക്ന അഷ്യാഅക്കും, നിങ്ങളെപ്പോലെ ധാരാളം വിഭാഗങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ, പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ, ഉത്ബോധനം ഉൾക്കൊള്ളുന്നുണ്ടോ? വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബർ, അവർ പ്രവർത്തിച്ച എല്ലാ സംഗതികളും, വകുല്ലു ഷൈഇൻ എല്ലാ സംഗതിയും, ഫഅലൂഹു അവര് പ്രവർത്തിച്ചത്, ഫിസ്സുബർ എവിടെയുണ്ട്? ഗ്രന്ഥത്തിലുണ്ട്, അവരുടെ കർമ്മ പുസ്തകത്തിലുണ്ട്. അവിടെ സുബർ എന്ന് പറഞ്ഞ ഉദ്ദേശം വേദഗ്രന്ഥമല്ല, മറിച്ച് കർമ്മ പുസ്തകം. പുസ്തകം എന്നാണ് ശരിക്കും ആ ജബൂറിന്റെ അർത്ഥം. അതുകൊണ്ടാണ് രണ്ട് രൂപത്തിലും അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേദം എന്ന അർത്ഥത്തിലും ജുബർ എന്ന് പറഞ്ഞു, കർമ്മ പുസ്തകം എന്ന അർത്ഥത്തിലും ജുബർ പറഞ്ഞു കേട്ടാ. അപ്പൊ കുല്ലു ഷൈഇൻ ഫഅലൂഹു, അവർ പ്രവർത്തിച്ച എല്ലാ സംഗതികളും ഉണ്ട് ഫിസ്സുബർ, എവിടെ? അവിടെ കർമ്മ പുസ്തകങ്ങളിൽ ഉണ്ട്. കുല്ലു സഗീരിൻ വ കബീരിൻ മുസ്തതർ, എല്ലാ ചെറുതും എല്ലാ വലുതും മുസ്തതർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സത്തർ എന്ന് പറഞ്ഞാൽ ഈ റൂളിന് പറയും അല്ലെ, നമ്മളെ റൂളർ ഇല്ലേ, റൂളർ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കണ റൂളർ. സ്കെയിൽ എന്ന് പറയുന്ന സാധനം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം സ്കെയിൽ എന്ന് പറഞ്ഞാൽ മറ്റേ അളക്കണ തൂക്കണ എല്ലാറ്റിനും പറയുന്നതാണ്. പക്ഷെ റൂളർ എന്നാണ് ശരിക്കും നമ്മൾ അതിനെ പറയാം. അപ്പൊ അതിൽ നിന്നാണ് സുത്തൂർ, ശരിക്കും അതിന്റെ അർത്ഥം വരികളാണ്. മുസ്തതർ എന്ന് പറഞ്ഞാൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ പദം അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ പറയുന്നുണ്ട്. സത്തർ എന്ന് ശരിക്കും പറഞ്ഞ, സത്തർ എന്ന് പറഞ്ഞ വരി എന്നർത്ഥം. വരി, ഒരു വരിയിൽ ലൈൻ, ഒരു ലൈൻ. അപ്പോ എഴുതുമ്പോ നമ്മൾ വരി ഇട്ടിട്ടാണല്ലോ എഴുതുക. ഓരോ വരികളിലാണ് എഴുതുക. അതുകൊണ്ടാണ് മുസ്തതർ. അവരുടെ എല്ലാ ചെറുതും വലുതുമായ സംഗതി ഓരോ വരികളിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് ചെറുത്, ഇത് വലുത്, എന്നൊരു വ്യത്യാസമില്ല. പ്രവർത്തിക്കുന്നതൊക്കെ എഴുതും. കണ്ണിന്റെ നോട്ടം, കാതിന്റെ കേൾവി, കൈയിന്റെ പിടുത്തം, ഇതൊക്കെ, കാലിന്റെ നടത്തം, ഇതൊക്കെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ് എന്നർത്ഥം. അപ്പൊ കുല്ലു സഗീരിൻ വ കബീരിൻ മുസ്തതർ, എല്ലാ ചെറുതും വലുതുമായതൊക്കെ തീർച്ചയായും രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ, ഇന്നൽ മുത്തഖീൻ തീർച്ചയായും മുത്തഖികളായിട്ടുള്ള ആളുകൾ എന്ന നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾക്കപ്പുറം ഇപ്പുറത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ ഫീ ജന്നാത്തിൻ വനഹർ, എവിടെയാണ്? ജന്നാത്ത് പൂന്തോട്ടങ്ങളിലാണ്, വനഹർ അരുവികളിലാണ്, വാട്ടർ ഫ്രണ്ട് അല്ലെ, അതാണ് ഫീ നഹർ. പൂന്തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും അവർ. ഫീ മഖ്അദി സിദ്ഖിൻ, നല്ല സത്യസന്ധമായ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ വളരെ മഹിതമായ സ്ഥാനത്ത്. മഖ്അദ് എന്ന് പറഞ്ഞാൽ എന്താ? ബെഞ്ചിന് പറയും മഖ്അദ്, ഇരിപ്പിടം എന്നർത്ഥം കേട്ടാ. മഖ്അദ് സിദ്ഖിൻ, നല്ല മൂല്യവത്തായ മഹത്തായ ഇരിപ്പിടങ്ങളിലായിരിക്കും അവർ. ഇന്ദ മലീക്കിൻ മുഖ്തദിർ, എവിടെ? ഇന്ദ മലീഖ്. മലീഖ് എന്ന് പറഞ്ഞാൽ മലിക് രാജാവ് അല്ലെ, മലിക് രാജാവ്. മലീഖ് രാജാതിരാജ, കിങ് ഓഫ് കിങ്സ്. മുഖ്തദിർ നേരത്തെ പറഞ്ഞു. മുഖ്തദിർ നേരത്തെ പറഞ്ഞില്ലേ, അസീസിൻ മുഖ്തദിർ, കഴിവുള്ള. അപ്പോൾ എല്ലാറ്റിനും കഴിവുള്ള, സകലതിനും കഴിവുള്ള രാജാതിരാജനായവന്റെ തൊട്ടടുത്ത്, അള്ളാഹുവിന്റെ തൊട്ടടുത്ത്
അമൂല്യമായ മഹത്തായ ഇരിപ്പിടങ്ങളിലായിരിക്കും ആരുണ്ടാവുക? മുത്തഖീങ്ങൾ ഉണ്ടാവുക. നമ്മള് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു രംഗത്തെക്കുറിച്ച്. അതായത് എല്ലാവരും പരിഭ്രാന്തിപ്പെടുമ്പോ, കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ വെള്ളിയാഴ്ചയിലെ ആ പ്രഭാഷണത്തിലാണ് ഞാൻ പറഞ്ഞു, നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റണം. എല്ലാവരും വെപ്രാളപ്പെടുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു സുദിനം അതായിരിക്കണം അന്ത്യനാള് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ? മറ്റുള്ളവർക്ക് അവരുടെ കർമ്മങ്ങളെക്കുറിച്ച് ബേജാറും ദുഃഖവും പരിഭ്രാന്തിയും ഭയം, എന്താ സംഭവിക്കാന്നുള്ള ഒരു ആശയക്കുഴപ്പവും സംശയമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവണം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ആളുകളാണ് നമ്മളെന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. ആ ഉണ്ടാകുന്ന ബോധത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവര് മുത്തഖികള് നല്ല സുന്ദരമായ തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. പക്ഷെ മറ്റവരോ, അവരെ സംബന്ധിച്ചിടത്തോളം നരകം അവരെ സ്വാഗതം ചെയ്യും. അതാണ് അവർക്ക് ആസ്വദിക്കേണ്ടി വരിക. ഇതാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി ഇനി പറയാൻ നേരമില്ല, ഒരുപാട് വൈകി പോയിട്ടുണ്ട്. നമ്മള് 9:30 ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോ ഈ സൂറത്ത് നമ്മൾ പൂർത്തിയാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളിത് പഠിക്കുക.